ഡോക്ടർ, വേറൊരു വലിയൊരു കാര്യം, ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ സംസാരിച്ച ഒരു കാര്യം തന്നെയാണ്. പ്രായമുള്ള ആൾക്കാരിലേക്ക് ഹൃദ്രോഗത്തെയാണോ കൂടുതൽ, അതോ ചെറുപ്രായം 35-40 വയസ്സുള്ള ആൾക്കാർ ഹൃദ്രോഗം കണ്ടു തുടങ്ങിയ ഒരു പ്രത്യേകത ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത കാലത്ത് പറയാൻ പറ്റില്ല. കേരളത്തിൽ പൊതുവെ നമ്മുടെ ഒരു വെസ്റ്റേൺ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറുപ്പക്കാർക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ പോപ്പുലേഷൻ ഒരു 60-70-80 വയസ്സിൽ കോമൺ വരുന്നതെങ്കിൽ ഇവിടെ പലപ്പോഴും 40 വയസ്സിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ചുരുക്കം ചിലർക്ക് 30 താഴെ വരുന്നവരും ഉണ്ട്. അത്ര നമ്പറല്ല, എന്നാലും പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു 10-15 വർഷം നേരത്തെ മലയാളികൾ പ്രത്യേകിച്ച്, ഇന്ത്യയിൽ ഉണ്ട്, മലയാളികൾ പ്രത്യേകിച്ചിട്ട് വരുന്നുണ്ട്. അത് ഒരുപാട് പ്രമേഹം ഉണ്ടായിരിക്കാം, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അങ്ങനെ അതൊരു ഒബ്സർവേഷൻ കറക്റ്റാണ്. ഇതിന് ഡോക്ടറിനൊരു ചിന്ത പ്രകാരം എന്ത് വിധേനയാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു പ്രാധാന്യം നൽകേണ്ടത് ഇതിലായിരിക്കും? അത് നമ്മുടെ ഒരു എല്ലാവർക്കും ഒരു റിസ്ക് അസസ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ ഒരു അല്ലെ അച്ഛൻ, ഫാദർ, അല്ലെങ്കിൽ ബ്രദർ, അവർക്കൊക്കെ ഒരു 55 വയസ്സ് താഴെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ബ്ലോക്കിൻ്റെ ഒരു എവിഡൻസ്, സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ട്, അതിനകത്ത് വളരെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയും. അല്ലെങ്കിൽ അമ്മ, സഹോദരി, അങ്ങനെയുള്ളവർക്ക് 65 വയസ്സ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പ്രിമച്വർ കൊറോണറി ഡിസീസ് പറയും. അങ്ങനെയുള്ള ഫാമിലീസ്, ചില ഫാമിലീസ് ആണെങ്കിൽ ഒരുപാട് പേർക്കുണ്ട്, എല്ലാ ബ്രദേഴ്സിനുണ്ട്, ഫാദറിനുണ്ട്, അങ്കിളിനുണ്ട്, അങ്ങനെ ഉള്ളവർക്ക് വളരെ ഹൈ റിസ്ക്കാണ്. അപ്പോൾ അത് നമുക്ക് റിസ്ക് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളവർ, ഇപ്പം ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഫാമിലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജനറ്റിക് ഫാക്ടർ വന്നു കഴിഞ്ഞ് ഇനിയും അതിൻ്റെ അകത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ മോഡിഫൈ ചെയ്യാൻ പോകുന്ന ബാക്കി അഡീഷണൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്മോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഒരു 4 times കൂടും. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അനദർ 4 times. സ്മോക്കിംഗ്, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ 10 times റിസ്ക്. ഇതിൻ്റെ കൂടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വെരി ഹൈ റിസ്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ യാതൊരു കാരണവശാലും സ്മോക്ക് കാണാൻ പോലും പാടില്ല. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിന് അഗ്രസീവായിട്ട് കൊളസ്ട്രോൾ റിഡക്ഷൻ നമ്മൾ നേരത്തെ തുടങ്ങണം, ഇങ്ങനെ റിസ്ക് കൂടുതലുള്ളവർക്ക്. ഇതോടൊപ്പം തന്നെ പറയുമ്പോൾ അങ്ങ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറ്റൊരു ഏരിയയാണ് എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം ഒരു പ്രിലിമിനറി ഇവാലുവേഷൻ. ഇപ്പോൾ അങ്ങ് പറഞ്ഞു വന്ന ഈ പറയുന്ന ചെറുപ്രായത്തിലാവട്ടെ ഒരു റിസ്ക് ഉള്ള ആൾക്കാർക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള എക്കോ കാർഡിയോഗ്രാമാണ്. അതിനുവേണ്ടി അങ്ങനെ ടീമിനെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എക്കോ കാർഡിയോഗ്രാമിൻ്റെ പ്രത്യേകതകൾ അങ്ങ് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നാവും. എക്കോ കാർഡിയോഗ്രാം ഒരു വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അറിയാം. നമ്മളിപ്പോൾ ഹാർട്ട് നേരിട്ട് കാണാവുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ എക്കോ കാർഡിയോഗ്രാമിൽ നമുക്ക് ഹാർട്ടിൻ്റെ അറകൾ കാണാം, വാൽവ്സ് കാണാം, പിന്നെ നമുക്ക് ഓരോ ചേംബറിലെ പ്രഷർ, എത്ര ബ്ലഡ് ഇതിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, വാൽ ലീക്കിൻ്റെ സിവിയറിറ്റി, വാൽ ചുരുക്കത്തിൻ്റെ സിവിയറിറ്റി, ഹാർട്ടിൻ്റെ കവറിങ്ങിൻ്റെ ഫങ്ഷന്, മസിലിൻ്റെ ഫങ്ഷന്, ഒരുപാട് കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഇത് നമ്മൾ എക്കോ ചെയ്യുമ്പോഴും ഇത് അറിഞ്ഞ് ചെയ്യണം. ഈ ഓരോ രോഗിക്കും എന്താണ് രോഗിയുടെ സിറ്റുവേഷൻ, ഓരോ ചേംബറിൽ എന്താണ് പ്രഷർ, എല്ലാ കാൽക്കുലേഷൻ നമുക്ക് എക്കോയിൽ നമ്മൾ അറിഞ്ഞ് ചെയ്താൽ മനസ്സിലാവും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അത് സാധാരണ നമ്മൾ വെളിയിൽ നിന്ന് ചെയ്യുന്ന ടെസ്റ്റുണ്ട്, ട്രാൻസ് തൊറാസിക് എക്കോ കാർഡിയോഗ്രഫി, വേറെ എന്തെങ്കിലും പുറത്തുനിന്ന് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ഗുണം യാതൊരു കോംപ്ലിക്കേഷൻ ഉള്ളതല്ല, റേഡിയേഷനോ അങ്ങനെ ഒന്നുമില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമുള്ളതല്ല, പിന്നെ പെയിൻഫുൾ അല്ല. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ട്രാൻസ് ഈസോഫാജിയൽ നമ്മൾ എൻഡോസ്കോപ്പിക്കലി ചെയ്യും. അതായത് നമ്മളിപ്പോൾ ചെസ്റ്റ് വാൾ തിക്നെസ് കൂടുതലാണ്, അല്ല ഈ ലങ് ഡിസീസ് ഉള്ളവർ, ചിലർക്ക് നമ്മുടെ ഈ എക്കോവിൻ്റെ വെളിയിൽ നോക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണാത്തവർക്കൊക്കെ നമ്മൾ ഹാർട്ടിൻ്റെ പുറകിൽ നിന്ന് നോക്കുന്നതാണ് ട്രാൻസ് ഈസോഫാജിയൽ എക്കോ. അതാണ് വളരെ എക്സലൻറ്റ് വ്യൂ ആണ്, നന്നായിട്ട് അത് കാണാം. പിന്നെ ഇപ്പോൾ ഒരുപാട് അഡീഷണൽ ഇതുണ്ട്, നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ഇമേജിങ്, പിന്നെ 3D എക്കോ, അതൊക്കെ വളരെ അഡ്വാൻസ്ഡായി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എക്കോ ചെയ്യുമ്പോൾ ഒരു ആദ്യം രോഗിയെ കണ്ട് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. രോഗി കാണുമ്പോൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ വരും. പിന്നെ ECG, ചിലർക്ക് ചെസ്റ്റ് എക്സ്റേ, എക്കോ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു നല്ല ഐഡിയ ആവും. എന്താണ് ഈ രോഗിക്ക് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്യാത്തത്, അല്ല എന്ത് ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യും എന്നൊക്കെ ഒരു ഐഡിയ എല്ലാം ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് തന്നെ ആകും. പിന്നെ ബ്ലോക്ക് വന്നിട്ടുണ്ടോ, ബ്ലോക്ക് ഇല്ലയെന്ന് തീർത്ത് പറയാൻ പറ്റില്ല, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അറിയാൻ പറ്റും. ഇത്തരം പ്രത്യേകതകളൊരു ഇതിനൊരു എടുത്തു പറയുന്ന പ്രത്യേകത, ഇതൊരു ഓഫീസ് മുറി അല്ലെങ്കിൽ OP റൂമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിനൊരിക്കലും ഒരു കാത്തലാബിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഈവൻ ബെഡ് സൈഡ് കൊണ്ടുപോകാം, രോഗിയുടെ ബെഡ് സൈഡ് പോലും കൊണ്ടുപോകാം. അതെ. പക്ഷേ വളരെ അഡ്വാൻസ് മെഷീൻസ് ഒന്നും നമ്മൾ അങ്ങനെ കൊണ്ടുപോകാറില്ല.
ഇപ്പോൾ ഒരു നോർമൽ എക്കോയ്ക്കെല്ലാം നമുക്ക് റൂമിൽ കൊണ്ട് ചെയ്യാം. പക്ഷേ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുള്ള മെഷീൻ നമ്മൾ ജനറലി അതിനെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച് ഇമ്പോർട്ടൻറ്റ് കേസിന് താഴെ കൊണ്ടുവന്ന് ചെയ്യും. അപ്പോൾ ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ ഒരു എക്കോ പ്രിലിമിനറി എക്കോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അല്ലേ ഡോക്ടർ? എക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു ഇവാലുവേഷൻ്റെ ഭാഗമാണ്, ഇമ്പോർട്ടൻറ്റ് ഭാഗം. പക്ഷെ അപ്പോൾ എക്കോ ചെയ്തുകൊണ്ട് ബ്ലോക്ക് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ചില അസുഖങ്ങൾ നമ്മൾ സർപ്രൈസിങ്ങിൽ ചിലത് ആദ്യമായിട്ട് എക്കോ ചെയ്യുമ്പോൾ പല നമുക്ക് ഉള്ള അസുഖങ്ങൾ ചിലത് ആദ്യമായി ഡിറ്റക്ട് ചെയ്യും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ഫാമിലിയൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, അല്ലെങ്കിൽ ചില ട്യൂമേഴ്സ്, ഇപ്പോൾ ലെഫ്റ്റ് ഏട്രിയൽ മിക്സോമ, അതൊക്കെ ചിലപ്പം ആദ്യമായിട്ട് സർപ്രൈസിങ് ആയിട്ട് അങ്ങനെ ഫൈൻഡിങ്